ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അ ചാനൽ. അപ്പോൾ ഇന്നത്തെ 3 റെസിപ്പി എന്ന് പറയുന്നത് പ്രോൺസ് പുളിമൂഞ്ചി, പിന്നെ ജീര റൈസ്, അതേപോലെ റൈസ് ഷാവുകി. സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം കാണിക്കാൻ പോകുന്നത് മാംഗ്ലൂർ സ്പെഷ്യൽ പുളിമൂഞ്ചിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് പ്രോൺസ് വെച്ചും ചിക്കൻ വെച്ചും ഫിഷ് വെച്ചൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺസ് വെച്ചിട്ടാണ്. സോ ഇതിന് വേണ്ട ഒരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ചട്ടി ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കാരം സീഡ്സ്, അതായത് അജ്വൻ സീഡ്സ് ഇല്ലേ അത്, പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം, 2 ടീസ്പൂൺ മല്ലി, പിന്നെ കുറച്ച് മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കളർ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മുളക് ചേർത്തേക്കുന്നത്. പിന്നെ രണ്ടും മിക്സായിട്ടാണ്, പക്ഷേ കളറിന് വേണ്ടിയിട്ടുള്ള മുളകാണ് കൂടുതൽ ചേർത്തേക്കുന്നത്. ഞാനൊരു 8-10 മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക, നല്ലൊരു സ്മെല്ല് വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി അത് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം, അതായത് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു നമ്മൾ റോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു മസാല അല്ലാതെ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ഒരു ലെമൺ സൈസിൽ പുളി ചേർക്കുന്നുണ്ട്. കുറച്ചധികം പുളി തന്നെയാണ് കേട്ടോ, ഒരു ലെമൺ സൈസോളം ചേർക്കുന്നുണ്ട്. കാരണം പുളിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഒരു ഉള്ളി, അതായത് 1 പീസ് ഉള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അങ്ങ് അരച്ച് വെക്കുക. നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് അങ്ങ് അരച്ച് മാറ്റി വെക്കുക. നമുക്കിനി കറി ഉണ്ടാക്കി തുടങ്ങാം. ഭയങ്കര എളുപ്പമാണ് കേട്ടോ. കറി ഉണ്ടാക്കാനായിട്ട് ചട്ടി വീണ്ടും ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ് കേട്ടോ. ഇത് 3ഉം ഇങ്ങനെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കരിവേപ്പിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അത്യാവശ്യം ഒന്ന് വാടി വരട്ടെ, ഒന്ന് ഫ്രൈ ആയി വരട്ടെ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഉള്ളി അങ്ങനെ മതിയാവും. ഒരു വലിയ ഉള്ളി ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പെട്ടെന്നൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും. പിന്നെ ചട്ടി ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ അത്യാവശ്യം ഉള്ളിയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അരപ്പ് ചേർത്തതിന് ശേഷം ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, കുറച്ച് മാത്രം ജാറ് കഴുകി വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഈ അരപ്പ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അരപ്പൊക്കെ അത്യാവശ്യം ഒന്ന് കുറുകി വരുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഈ ഒരു പ്രോസസ്സ് വരെ മാത്രമേ ഉള്ളൂ ജോലി. അത് കഴിഞ്ഞാൽ എല്ലാം എളുപ്പമാണ്. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പ്രോൺസ് ചേർക്കുക, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, എന്നിട്ട് തിളപ്പിച്ചെടുക്കുക. ഈ ഒരു കറി ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ, പക്ഷേ നല്ല ടേസ്റ്റിയുമാണ്. നമുക്ക് ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ ആവട്ടെ, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ആയാൽ പോലും നല്ലൊരു കോംബോ ആണ് കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ അരപ്പ് ചേർത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ടായിരുന്നു, അതായത് കട്ടിയായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് 1 കിലോ പ്രോൺസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പ്രോൺസ് ഏത് സൈസ് വേണമെങ്കിലും എടുക്കാം, ചെറുതാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടും. അപ്പോൾ പ്രോൺസ് ചേർത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് എത്രത്തോളം ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ കറി അധികം ലൂസായിട്ടല്ല ഉള്ളത്, എന്ന് വെച്ചാൽ ഒരുപാട് ലൂസ് ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഈ കറി തലേദിവസം തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്, പിറ്റേ ദിവസം കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ കുറച്ചും കൂടി ഇരിക്കും തോറും ഒന്ന് കുറുകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ചെമ്മീന് ഒരുപാട് വേവില്ല, ഒരുപാട് വേവിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഈ കറിയുടെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ചെമ്മീനും വന്നിട്ടുണ്ടാവും, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. പിന്നെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോൺസ് പുളിമൂഞ്ചി റെഡിയാണ്. നല്ല ടേസ്റ്റാണ്, നല്ല പുളിയും എരിവും ഒക്കെ ഉള്ള ഒരു കറിയാണ്. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് വിടരുത്. ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവേ. ഇനി അടുത്തത് ജീര റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചോറൊന്ന് വേവിച്ച് വെക്കണം. ആദ്യം ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് ജീരകശാല റൈസ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് 2 വിസിൽ അടുപ്പിച്ചെടുക്കാൻ പോവാണ്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ. ഇപ്പോൾ വിസിലൊക്കെ പോയതിന് ശേഷം തുറന്നു നോക്കുമ്പം ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും, എന്നാൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല, അതായത് ഓവറായിട്ട് വെന്ത് പോയിട്ടില്ല. അപ്പം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുത്താൽ മതി. ക്ലീനായിട്ട് നീറ്റായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് വലിയൊരു പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത്
പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാഷ്യൂനട്ടിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 3 പച്ചമുളക് ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം കുറച്ച് അധികം തന്നെ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജീര റൈസ് ആണല്ലോ, അപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം. അതുകൊണ്ട് നമ്മൾ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊന്ന് പൊട്ടി വരുമ്പം ഉള്ളി ചേർത്ത് കൊടുക്കാം. 1 ഉള്ളി മതിയാവും, ചെറിയൊരു ഉള്ളി മതിയാവും, വലിയ ഉള്ളി വേണ്ട. കാരണം ഞാൻ 1 ഗ്ലാസ് അരി എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആ ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയി എന്ന് തോന്നുന്ന സമയത്ത് നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചേക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോറും ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. വൈറ്റ് പെപ്പർ പൗഡർ ആയാലും മതിയാവും. അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീര റൈസ് റെഡിയായി. അപ്പോൾ ലാസ്റ്റ് മല്ലിയിലയും കൂടി ചേർത്ത് ഞാൻ ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടേസ്റ്റ് മല്ലിയില ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു വെറൈറ്റി റൈസ് തന്നെയാണ്. ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ ചിക്കൻ കറി ആണെങ്കിലും അടിപൊളിയാണ്, പ്രോൺസ് കറി ആയാലും സൂപ്പറാണ് കേട്ടോ. അപ്പം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ലാസ്റ്റ് റെസിപ്പി വന്നിട്ട് റൈസ് ഷാവകയാണ് കേട്ടോ. ഇത് ശരിക്കും ഒരു കർണാടക റെസിപ്പിയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ബ്രേക്ക്ഫാസ്റ്റിനും അതേപോലെ സ്നാക്കായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് ശരിക്കും റൈസ് വെർമിസിലി ഇല്ലേ, അതാണ് കേട്ടോ. മറ്റേ വീറ്റ് അല്ല, റൈസ് ആണ്. അപ്പോൾ റൈസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് റൈസ് വെർമിസിലി ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു കോൺകേർഡ് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമുള്ള ബ്രാൻഡാണ് കേട്ടോ. ഈ വെർമിസിലി വന്നിട്ട് നമുക്ക് തിളച്ച വെള്ളത്തിനകത്ത് ഇട്ട് വെക്കണം കുറച്ച് നേരം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, വെന്തിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഇത് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ട് പിടിക്കാത്ത രീതിയിൽ സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളൂ. എന്നിട്ട് അത് വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കുക. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഒരു മസാല റെഡിയാക്കി എടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു മസാല വെർമിസിലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങ അരച്ചത്, ചെറിയ ജാറിലേക്ക് തേങ്ങ അരച്ചതും പച്ചമുളകും മല്ലിയില പിന്നെ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്യാസ്ട്രിക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കായപ്പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ പൾസ് ബട്ടൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കുക. ഫൈൻ പേസ്റ്റ് ഒന്നും അരച്ചെടുക്കരുത്. നമ്മൾ തോരന് വേണ്ടിയിട്ടൊക്കെ അരക്കില്ലേ, അതുപോലെ ഒന്ന് പൾസ് ബട്ടൺ യൂസ് ചെയ്തിട്ട് അരച്ചെടുത്താൽ മതിയാവും. ഇനി ഒരു വലിയ കടായി ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, നല്ല ജീരകം ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത്, അതൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാഷ്യൂനട്ട് കൂടി ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ഇതിലേക്ക് ചേർക്കുന്നത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. നിങ്ങളുടെ ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതല്ല ഫ്രഷ് ഗ്രീൻ പീസ് ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കണേ. പിന്നെ അതല്ല മറ്റേ നോർമലായിട്ടുള്ള ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിൽ അത് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതൊരു വേറെ ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചേർക്കാതിരിക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഫ്രഷ് ഗ്രീൻ പീസോ അല്ലെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ. അത് കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ, അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കുക. ഈ തേങ്ങയുടെ പച്ചമണം ലൈറ്റായിട്ടൊന്ന് മാറിക്കോട്ടെ. അപ്പോൾ അതുവരെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് റൈസ് വെർമിസിലി ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചേക്കണം, വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ചേക്കുന്ന റൈസ് വെർമിസിലി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റൈസ് ഷാവ്ഗ റെഡിയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ലെമൺ ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. അതും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ചട്നിയുടെ ആവശ്യമൊന്നുമില്ല, ഇതിങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ എല്ലാ റെസിപ്പീസും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ടാറ്റാ.